ഞങ്ങളെല്ലാരും കൂടെ പാടത്ത് പോകാനിരുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഞങ്ങള് റെഡിയാക്കി ഇരുന്നേച്ചതാണ്. എന്തായാലും അപ്പച്ചനും അമ്മച്ചിയൊക്കെ വന്നപ്പോ വൈകിപ്പോയി. അപ്പൊ പിന്നെ ഏതായാലും സന്ധ്യയായി. അപ്പച്ചനും അമ്മച്ചിയും കണ്ടില്ലല്ലോ. എന്നാ ഏതായാലും കുറച്ച് വെട്ടമൊക്കെ ഉണ്ട്, നമുക്ക് പോയി അവിടെയൊക്കെ നല്ല വെട്ടമൊക്കെ ആയിരിക്കുമല്ലോ. പകല് കാണാനാണ് കൂടുതൽ ഭംഗി. എന്നാലും നമുക്ക് വന്ന സ്ഥിതിക്ക് പോവാന്നും പറഞ്ഞു പോയായിരുന്നേ. കുട്ടികളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കുക. അന്ന് ഇതുങ്ങള് വിത്തൊക്കെ വിതറിയതല്ലേ. അപ്പൊ ഇത് അന്ന് വിതറിയ വിത്തുകൾ വെച്ചിട്ടുണ്ടാ നെല്ലാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു കൂടുതലും പോയത്. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭയങ്കര ഇരുട്ട് പോലെ ആയിപ്പോയി. ഫോട്ടോ എടുക്കാന് അതേപോലെ തന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പച്ചനും അമ്മച്ചിയും ആദ്യമായിട്ടാണ് വരുന്നതും കാണുന്നതും ഒക്കെ ആയിട്ട്. കുഞ്ഞുങ്ങളപ്പൊ ചോദിച്ചു ഇതെന്താണ്, അന്ന് വരുമ്പോ ഇങ്ങനെ ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞ അന്ന് നമ്മള് വിതറിയ വിത്തുകളൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷവും. അങ്ങനെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കുറച്ച് സമയം അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പപ്പ ഒരു നെൽക്കതിര് പറിച്ച് കാണിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ സന്തോഷമായി. എങ്കിൽ നമുക്ക് കുറച്ചൊക്കെ അപ്പുറത്തേക്കൊക്കെ മാറി നിന്ന് നോക്കാന്നൊക്കെ പറഞ്ഞു. ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. 4 മണി തൊട്ടേ ആളുകൾ ഭയങ്കരമായിട്ട് ഉണ്ടായെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോഴും കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോളും ഞാനും എൻ്റെ മോളും എല്ലാവരും കൂടെ നമുക്കൊന്ന് അങ്ങേ അറ്റം വരെയൊക്കെ പോയി നോക്കാമെന്നും പറഞ്ഞ് പോയായിരുന്നു. നടന്നു പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ, നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്താണ്, നമുക്ക് നെൽക്കതിരിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങിയൊക്കെ നല്ല ഇരുട്ട് പോലെ ആയിരുന്നു. ഇങ്ങോട്ടൊക്കെ നല്ല പൂങ്കാവനം പോലെ വെട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോയപ്പോൾ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു കേട്ടോ. ആ പാലത്തെ കൂടി ഞങ്ങൾ അപ്പുറത്ത് എല്ലാവരും കടന്നായിരുന്നു. പേടിച്ചാണ് വീഴുമോന്നൊക്കെ വിചാരിച്ച്. എങ്കിലും ഞങ്ങളെ ഇവരെല്ലാവരും കൈക്ക് പിടിച്ചായിരുന്നു അപ്പുറത്തേക്ക് ഞങ്ങൾ ചാടി കടന്നായിരുന്നു കേട്ടോ. അപ്പം നല്ല മീറ്റിൻ്റെ ശബ്ദങ്ങളൊക്കെ കേട്ട് പടപടാന്ന് പിടക്കുന്നതൊക്കെ. അവിടെ പിലോപ്പിയും ബ്രാലും അതുപോലെ കറുപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ പടപട ചാടുന്നു. അപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് ഇതിനകത്ത് ഒത്തിരി മീനുണ്ട്, ഞങ്ങൾ പിടിച്ചായിരുന്നു ഒത്തിരി പേര് ചേർന്ന് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഏതായാലും നമുക്ക് ഇനി ഒരു ദിവസം പകല് വന്ന് കാണിക്കാം, അല്ലാതെ ഇപ്പോൾ ഏതായാലും കാണാനൊന്നും ശരിക്കും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ സമയമൊക്കെ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു. ഈ റോട്ടിൽ കൂടിയൊക്കെ വണ്ടിയൊക്കെ പോണേല്ലേ, അപ്പം അതുകൊണ്ടാണ് പിന്നെയും ഞങ്ങൾ വേഗം പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്ത് രസമായിരുന്നെന്നറിയാമോ, ഇങ്ങനെ ഒപ്പം നിരപ്പിലൊക്കെ നിൽക്കണ കാണുമ്പോഴൊക്കെ കാറ്റൊക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി കൂടിയൊക്കെ ഉള്ള ഒരു ഇതാണല്ലോ, അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, എല്ലാവർക്കും ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ണിൻ്റെ ഉള്ളിലെ കൺമണി എന്ന് പറഞ്ഞ പോലെയാണ് ഈ നമ്മുടെ പൗർണമി വിത്തിന്. ഓരോ ദിവസവും ഇവരും എല്ലാവരും കൂടെ നോക്കി ഇരുന്ന് അങ്ങനെ നെൽക്കതിരൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, നെല്ലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഈ പാലിൻ്റെ രൂപത്തിലാവുന്ന സമയത്ത് കിളികൾ ധാരാളം വരും കേട്ടോ. എവിടെ നിന്നൊക്കെയാ കിളികളൊക്കെ വന്നെ, നെല്ലായിട്ടും പ്രാവും എല്ലാം വരും. ഒരു 10-2000 ഉണ്ടാവും. അപ്പോൾ ഇവർ പടക്കം പൊട്ടിച്ചും കല്ലെറിഞ്ഞൊക്കെയാണ് ഇതുങ്ങളെ ഓടിക്കാറൊക്കെ കേട്ടോ. എങ്കിലും ഇത്ര സ്ഥലം ഇത് പാടം ഒത്തിരി ഉള്ളത് കൊണ്ട് അതുങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് അകലെ പോയിരിക്കും. അങ്ങനെ ഇങ്ങനെ പടക്കം പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഞാൻ ചോദിക്കും പാടത്തുനിന്ന് വരുമ്പോൾ ഇന്ന് എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ. അത് രാവിലെ തന്നെ പുള്ളി പോകുമല്ലോ പാടത്തേക്ക്. പിന്നെ പുള്ളി ചിലപ്പം ഭക്ഷണം കഴിക്കാൻ വരും, ഇല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ കഴിക്കും. അങ്ങനെ അത്രക്ക് എന്താ പറയുക, പാടത്തിനോട് ഭയങ്കര ഒരു താല്പര്യത്തോടു കൂടി കൃഷീനെ പറ്റിയുള്ള ഒരു എന്താ പറയുക, ഒന്നും തന്നെ പറയാനില്ല. കൃഷി എന്ന് പറഞ്ഞ പുള്ളിക്ക് ചെയ്യുവാനാ. അങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ പോവുകയും പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നല്ല വെയിലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറയും നല്ല വെയിലാണ്, അധികം വെയിൽ കൊള്ളല്ലേ എന്ന് പറഞ്ഞാലൊന്നും പുള്ളി പറയും അവിടെ നിൽക്കുമ്പോൾ വെയിലൊന്നും അറിയില്ലടോ, നല്ല രസമാണ് കാഴ്ചകൾ കാണാനും കാറ്റൊക്കെ ആയിട്ട് എന്നൊക്കെ പറയും. പിന്നെ ഞാനൊന്നും പറയില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ അല്ലേ. പ്രത്യേകിച്ച് അമ്പലമൊക്കെ ഉള്ളത് കൊണ്ട് എന്താ രസം, നല്ല പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ആസ്വദിച്ചൊക്കെ നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. കൂടുതൽ സമയമൊക്കെ നമുക്ക് അവിടെ നിൽക്കാനൊക്കെ നമുക്ക് താല്പര്യം തോന്നുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം, റോഡൊക്കെ അല്ലേ, വണ്ടിയൊക്കെ പോണേല്ലേ. അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിട്ടും പറഞ്ഞായിരുന്നു ഞാൻ, മോനെ അന്ന് നിങ്ങൾ നെൽമണി ഇവിടെയൊക്കെ പാകിയില്ലേ, ഇതിപ്പോൾ കണ്ട് നല്ല നെല്ലായിട്ട് നിൽക്കണ കണ്ട, നല്ല സ്വർണ്ണ കളറിലെന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ ചോദിച്ച് ഇതിനകത്ത് എന്താണ് അമ്മാമ്മേ. ഇപ്പം ഞാൻ പറഞ്ഞു ഇത് നെല്ല്, അതിൽ നമ്മൾ ചോറ് തിന്നൂലേ അരിയാണെന്ന് പറയും. അപ്പോഴത്തേക്കും ഇവർ പറഞ്ഞ് ആ കൊള്ളാല്ലേ ഇതെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് 2 കുഞ്ഞുങ്ങളും കൂടി പറഞ്ഞില്ല, അമ്മേ ഞങ്ങൾക്ക് കുറച്ച് പറിച്ച് തരുമോ
എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പൊ പറിച്ചെടുക്കാൻ പറ്റൂല, ഇപ്പൊ പറിച്ചെടുത്ത് കഴിഞ്ഞാലേ മോൻ്റെയൊക്കെ കൈയൊക്കെ മുറിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താ, അത് അരിവാള് വെച്ചൊക്കെ കൊയ്യാവൂ എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ മരുമോളും കുഞ്ഞും പിന്നെ ചേച്ചിയുടെ മോളും ഞാനൊക്കെ ആയിട്ട് പോയായിരുന്നു കേട്ടാ. അപ്പൊ കുഞ്ഞിന് നല്ല സന്തോഷമായി, പാടത്തൂടെയൊക്കെ നടന്ന് പോയി ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടാ. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്കിനി ഏതായാലും കൊയ്യനെയൊക്കെ കാണാൻ മെഷീൻ വെച്ചല്ലേ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരിവാള് വെച്ചൊക്കെ അല്ലേ, അരിവാള് വെച്ചൊക്കെ കുറച്ച് ആൾക്കാർ ഇപ്പുറത്ത് നിന്നും കൊയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഞാനിത് ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ കാണുന്നത് കേട്ടാ. അപ്പൊ ഈ മെഷീൻ വെച്ച് ഇങ്ങനെ കൊയ്തെടുക്കണത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരെ മാറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നിന്നായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അവിടെ നോക്കി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് നമുക്കും അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇച്ചിരി തണലൊക്കെ ഉണ്ടാവുമല്ലോ വാന്നും പറഞ്ഞ് പോയായിരുന്നു. പിന്നെ എന്താണെന്നറിയാവോ, ഈ പാടത്ത് നിറയെ തുമ്പികൾ അതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുത്ത്, ചേച്ചിയുടെ മോള് കൊച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവനും ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടാ, എന്ത് രസമാണെന്നൊക്കെ പറയണേന്ന് പറഞ്ഞാൽ വലിയ തിരിയൊന്നുമില്ല, എങ്കിലും കൊച്ചാണെങ്കിലും പറയണേയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാ, നമുക്ക് അന്ന് അങ്ങോട്ട് നീങ്ങി അപ്പുറത്തോട്ടൊക്കെ പോയി കാണാം, നമ്മൾ അപ്പുറത്തെ സൈഡൊക്കെ അല്ലേ എപ്പോഴും കാണാറ്, ഇപ്പുറത്ത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു കുറേ വീടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇപ്പുറത്ത് വഴി എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് ഇതിലേ പൊയ്ക്കോ കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നായിരുന്നു. പിന്നെ ഇച്ചിരി വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ മാറി നിന്നായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനുണ്ടല്ല പറഞ്ഞു നമുക്ക് ഇത്തിരിയൊക്കെ ഫോട്ടോ എടുക്കണം അവിടെ, കുഞ്ഞിനെയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാം, വീട്ടിൽ ചെല്ലുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ, ലൈലാൻഡിയുടെ വീട്ടിൽ വന്നപ്പോൾ കൃഷി സ്ഥലത്ത് പോയെന്നൊക്കെ പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടാവും, വെള്ളം കൊടുക്കാന്നും പറഞ്ഞ് ഞാൻ ഇച്ചിരി സ്കോഷൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞിന് ഇതൊക്കെ കണ്ടിട്ട് ഇതൊന്നും വേണ്ട, കുഞ്ഞ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കണേരുന്നേ. അപ്പൊ കൊയ്ത്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഇനി നെല്ലിടണയൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞേ. അപ്പൊ ഒരു ടെമ്പോ വന്നായിരുന്നു, അതിനകത്തേക്ക് നെല്ലിടുന്നത് കാണാനായിട്ട് ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിന്ന സമയം എന്തായാലും നമുക്ക് എന്നാ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കാം, ഇത് കാണണ്ടേ എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലൊരു മാവ് നിൽക്കണേ ഞാൻ കണ്ടായിരുന്നേ. ഇലയില്ലാതെ നിറയെ പൂത്ത് എന്ത് രസമായിരുന്നെന്നാ കാണാനായിട്ട്. അപ്പൊ ഞാൻ പറയണേരുന്നെടി ഇത് നോക്കിയടി എന്തൊരു ഭംഗി നോക്കിയേ, ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ മാവ് കായ്ക്കാനുള്ള പുറപ്പാടിൽ നിൽക്കണ നോക്കി, എന്ത് രസവും നോക്കിയടി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ മോളോട് ഞാൻ പറഞ്ഞെടി നീ അതൊന്ന് ഫോട്ടോ എടുത്തേടി, നല്ല രസമുണ്ട് കാണാനെന്ന് പറഞ്ഞു. അങ്ങനെ അവള് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ എന്ത് രസമാണ്, ഇങ്ങോട്ടൊക്കെ അപ്പൊ നല്ലതായിട്ടൊക്കെ ഉണ്ടാവും നട്ടാലൊക്കെ എന്ന് പറയണേരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എന്തായാലും നമുക്കൊന്ന് അപ്പുറത്തേക്ക് നീങ്ങി നിൽക്കാന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു മാവ് ഇതാണ് കേട്ടോ, അവിടെ നല്ല രസമായിട്ട് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കുക, കുഞ്ഞുണ്ട്, വണ്ടി ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണം, വണ്ടിയൊക്കെ വരുന്നതാണ്, വെയിലാണെന്നൊക്കെ പറഞ്ഞ്. എങ്കിലും വെയിലൊന്നും അറിയാൻ പറ്റണില്ല. ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ നീങ്ങുമ്പോഴത്തേക്കും വെയിലിനൊന്നും ആരും വക വെക്കണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നെല്ല് നമുക്ക് ഈ വണ്ടിയിലേക്ക് ഇടുന്നത് കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ നല്ല രസമായിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ. ഇതുവരെ കാണാത്ത കാഴ്ച ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ ഈ വിഷയത്തിലൊക്കെ ചെയ്യണമൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ നെല്ല് എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേരെല്ലാം അത് തൂത്ത് നീക്കം ചെയ്യും, ഇങ്ങടെയൊക്കെ ഒന്നുകൂടി കിടക്കണതൊക്കെ നീക്കിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നേ. പെട്ടെന്ന് വണ്ടിയിലേക്ക് വീണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്ത് തന്നെ ആയാലും ഇതുപോലത്തെ കാഴ്ച എൻ്റെ കൂടെ വന്നപ്പോഴല്ലേ നിങ്ങളും കണ്ടതെന്ന് പറഞ്ഞേ ഇത് ചേച്ചിയുടെ മോളോട്. അപ്പൊ അവള് പറയണാണ് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല നെല്ല്, ഇപ്പോഴാ കണ്ടേന്ന് മരുമോളൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചിയുടെ. അത് ചേച്ചിയുടെ മോളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു എന്ത് രസമൊന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് നെല്ല് അവള് എന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു കേട്ടാ. അവളാണെങ്കിൽ ഉണ്ടല്ല നെല്ല് ഇങ്ങനെ കൊറിക്കുമായിരുന്നു, നല്ല പോലെ നല്ല ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് നെല്ല് കൊറിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞിന് കൊടുക്കില്ല കേട്ടോ, തൊണ്ടയൊക്കെ നെല്ലൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞാണെങ്കിൽ പറയണാണ് ആന്റി അമ്മ കഴിക്കുന്നുണ്ടല്ലോ, എനിക്കും തരാൻ പാടില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞില്ല അത് കഴിക്കാൻ പാടില്ല, തൊണ്ടയൊക്കെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൂട്ടത്തിലൊരു കാർന്നോരുണ്ടായിരുന്നു കേട്ടോ, ഒരു പിടി നെല്ലെടുത്തോണ്ട് വന്നിട്ടും എന്നെ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് കൂടുതൽ സന്തോഷമായി, വണ്ടിക്കകത്തേക്ക് ഇടുന്നതല്ലേ, പിന്നെ ഞാൻ എടുക്കാനൊന്നും പോയില്ല, പുള്ളി എന്നെ കാണിച്ചായിരുന്നു നെല്ലൊക്കെ.
അപ്പൊ ഇവരൊക്കെ പണ്ടത്തെ കൃഷിയും കാര്യങ്ങളും എല്ലാവരും അറിയാവുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കൊയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ബാക്കി അവിടെ ഇവിടെയൊക്കെ കിടക്കണത് ഇത് പെറുക്കാനൊക്കെ ആളുകളോ വരുമല്ലോ. അതിനെ പറയണത് എന്തിനാന്നാ പിടിത്താളെന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ മോള് പറഞ്ഞു ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്നും പറഞ്ഞു പിടിത്താളെന്നും പറഞ്ഞു കുറച്ച് പെറുക്കി എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു ഈ എന്റെ കാലയിലൊക്കെ ചെളിയായല്ലോ, ഇതിന് എന്താ പറയണേന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് പിടിത്താളാണെങ്കിൽ ഇത് ചെളിക്കാലാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാരും കൂടെ ചിരിച്ചായിരുന്നു. അവിടെ കൂടിയിരുന്നവരും ചിരിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചേച്ചിയുടെ മോള് പറഞ്ഞു എനിക്ക് ഈ വണ്ടിക്കകത്തേക്ക് കയറിയിട്ട് ഇതൊക്കെ നിരത്തിയിടാൻ തോന്നണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വണ്ടിയില് ഫുള്ളായിട്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോ അതേപോലെ തന്നെ ഒരു പ്രാവശ്യവും കൂടി കൊയ്യാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഏതായാലും നമുക്ക് ഇച്ചിരി നേരം കൂടി നിൽക്കാം, നിന്നിട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ വണ്ടി മുന്നോട്ടെടുത്തായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഒരു വണ്ടി പിന്നീട് വന്ന്. അപ്പൊ അവള് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവള് ടെമ്പോക്കകത്ത് കയറിയിട്ട് അവള് നെല്ലെല്ലാം നല്ലപോലെ വലിച്ച് നീക്കി നീക്കി ഇട്ടായിരുന്നു. അത് കണ്ടപ്പോൾ കുഞ്ഞിനും കയറണം വണ്ടിക്കകത്ത്. അപ്പൊ പറഞ്ഞു വേണ്ട ചൊറിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. കുറച്ച് നെല്ലപ്പം അവൾ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ദേ ആൻറ്റി, ആൻറ്റിയുടെ തോട്ടത്തിൽ നെല്ലെന്നും പറഞ്ഞാണ് അവൾ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര പേരുടെ അധ്വാനത്തിന്റെ നെല്ലാണെന്ന് അറിയാവോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായി, അവൾക്കും കുഞ്ഞിനും ഒക്കെ കേട്ടോ. കുഞ്ഞിന് ഇത് നെല്ല് കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് സന്തോഷമായി. കുഞ്ഞെപ്പോഴും അരിയൊക്കെ പിറക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് അരി വാരിയൊക്കെ വായിലിടുകയും. അപ്പൊ ഇത് നെല്ലായത് കാരണം കുഞ്ഞിനെ അറിയാൻ പറ്റണില്ല എന്താണെന്ന്. എന്നാലും ഉണ്ടല്ലോ എല്ലാരും ചിലവരൊക്കെ ഇങ്ങനെ ഒന്നൊരെണ്ണമൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ചൊക്കെ നോക്കി. അപ്പോഴത്തേക്കും കുഞ്ഞും വാവിളിച്ചു തന്നെയാണ്. അപ്പൊ പറഞ്ഞു വേണ്ട വേണ്ട തൊണ്ടേ കെട്ടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പോകാം എന്നാ വണ്ടി വിളിക്കാന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് കേട്ടാ നല്ലൊരു കുഞ്ഞിപ്പട്ടിയായിട്ട് ഒരു ചേട്ടൻ വന്നത്. എനിക്ക് പേടിയാ സത്യത്തില് പട്ടീനെയൊക്കെ. ഇവരെല്ലാരും പട്ടീനെ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഷെയ്ക്കാൻ്റെ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് നിന്നെങ്കിലും എനിക്ക് പേടി, ഇഷ്ടമുണ്ട് എങ്കിലും ഒരു പേടിയൊക്കെയാണ്. അങ്ങനെ ഈ പുള്ളി പറഞ്ഞ് ഞാനാണ് ഇവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കുന്ന ആളെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ പുള്ളി നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ നമുക്ക് ഇനി പോകാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകാന്നും പറഞ്ഞ ഒരു വണ്ടിയൊക്കെ വിളിച്ച് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കണായിരുന്നു നിങ്ങൾ എവിടെ പോയത്, പാടത്താണോ പോയത്, കൊയ്ത്തൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓട്ടോയിന് വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കാഴ്ചകളും കൂടിയൊക്കെ കാണാനുണ്ടായിരുന്നല്ലോ എന്നും പറഞ്ഞ് പിന്നെയും ഞങ്ങൾ അങ്ങോട്ട് നീങ്ങിയായിരുന്നു. അപ്പോഴുണ്ടല്ലോ അവിടെ നമ്മുടെ കൊയ്തെടുക്കുന്ന ഈ ചേട്ടനുണ്ടല്ലോ, ദേ ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ എടുക്കേണ്ടത്, മറ്റേത് പിടിത്താളല്ലേ, അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ കച്ചയോടുകൂടി ഇരിക്കുമ്പോഴാണ് ഭംഗി. എന്നിട്ട് കെട്ടി തൂക്കിയൊക്കെ ഇട്ട എന്ത് രസമാണ് കാണാനൊക്കെ. പണ്ടൊക്കെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ വാതിക്കെ തന്നെ നല്ല കൊല 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 പോലെ ഇങ്ങനെ കെട്ടിയൊക്കെ ഇട്ടേക്കൂലേ നെല്ല്. എന്ത് രസമാണ് പറന്ന് ഇങ്ങനെ അതിനകത്തൊക്കെ നെല്ല് അറപ്പുരയിലൊക്കെ നെല്ല് ശേഖരിക്കുമെന്ന് പറഞ്ഞ പോലെ. ഇപ്പൊക്കെ അങ്ങനെ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അപ്പൊ അടുത്ത ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് അവൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവള് കേറി വണ്ടിക്കകത്തൊക്കെ കേറി ഇതൊക്കെ നിരത്തിയൊക്കെ ഇട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞ് പൊടിയൊക്കെ നിറയെ പൊടിയൊക്കെ ആകുമ്പോ ഇങ്ങനെ പതുക്കെ ചൊറിഞ്ഞായിരുന്നു കൈ. എന്നാലും പറഞ്ഞു എന്തായാലും ഞാനിത് കണ്ടിട്ട് ആദ്യമായിട്ടാണല്ലോ, അപ്പൊ എനിക്കിത് ഇങ്ങനെ ചെയ്യണോന്നൊക്കെ തോന്നി. നല്ല രസമുണ്ട് ഇത് വണ്ടിയിലേക്ക് ഇടണ കാണാനായിട്ട്. എന്തായാലും കുറച്ച് വെള്ളമൊക്കെയും കൂടി വറ്റാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു പാടത്തൊക്കെ. അപ്പൊ ഇവര് കുറച്ച് ഒരു 100 ഏക്കറിലെ അത് സോറി ട്ടോ, അവര് ഒരേക്കർ മാത്രമേ കൊയ്തുള്ളെന്നാ പറഞ്ഞത്. അത്രം വെള്ളവും ചെളിയൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ചില ഈ നെല്ലിന്റെ അടിയിൽ നിന്ന് പിന്നെയും കിളിർത്തൊക്കെ വന്നത്. അപ്പൊ ചില നെല്ലൊക്കെ ഇങ്ങനെ പച്ചക്കളറൊക്കെ ആയിട്ടിരിക്കണോണ്ട് എന്നാ ഇനിയുള്ള കൊയ്ത്ത് കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെക്കാന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ എന്ത് തന്നെയായാലും ഇതൊക്കെ കണ്ടും പോരാനും തോന്നണില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വന്നിട്ട് വേണമല്ലോ, ചേച്ചിയുടെ മോൻ വരുമല്ലോ, അപ്പൊ ഇവളെ വീട്ടിൽ കൊണ്ടേ ആക്കണ്ടേ, എന്നാൽ നമുക്ക് ഇനി പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കുറച്ച് സമയം കൂടി നിന്നിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടോ. അല്ലെങ്കിൽ കുറെ സമയവും കൂടിയൊക്കെ നിന്നാനെ. എന്ത് തന്നെയായാലും എനിക്കും തോന്നി കേട്ടോ അവള് ഇങ്ങനെ നെല്ലൊക്കെ വാരി ഇങ്ങനെ ഇതാക്കണ കണ്ടപ്പോൾ സന്തോഷത്തോടെ.
അവള് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്ത് രസമായിരുന്നു. എനിക്ക് പാടില്ലല്ലോ, പാടുണ്ടായിരുന്നു വെച്ചെങ്കിൽ എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യായിരുന്നു എന്ന് വിചാരിച്ച്. എന്ന് വെച്ചാൽ നെല്ലിനോട് അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ചെറുപ്പത്തിലേക്ക് കണ്ട് അമ്മയൊക്കെ ഇങ്ങനെ, അന്നൊക്കെ ഇങ്ങനെ അമ്മച്ചിമാരെല്ലാവരും പാടത്തൊക്കെ കൊയ്യുമല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതും അതുപോലെ നോട്ട സ്ഥലത്തൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മ ഒക്കെ പോകുമ്പോൾ എന്നെയും ആ പാടത്തൊക്കെ ഇറക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങളായി നെല്ലെന്ന് പറഞ്ഞ സംഭവം കണ്ണിൽ കണ്ടിട്ടൊക്കെ. ഇപ്പം നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത് പിടിത്താളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പിടിത്താളം വെച്ച് കാർന്നോരായിട്ടൊരു ഫോട്ടോ എടുക്കണേരുന്നേ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ മെനെ നിന്നോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാരിയില്ല, നമ്മുടെ യഥാർത്ഥ കർഷകരല്ലേ എന്ന് പറഞ്ഞു. പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് എന്നാ ഇനി പോകാന്ന് വെച്ചപ്പോൾ ഒരു പ്രാവശ്യം കൂടി കൊയ്യുന്നത് കണ്ടായിരുന്നിട്ടാ. എത്ര നേരം നോക്കിയിരുന്നാലും നമുക്കത് ഇഷ്ടം തോന്നും. അതുപോലെയുള്ള ഒരു എന്താ പറയുക, മെഷീൻ വെച്ചുള്ള കൊയ്ത്തൊക്കെ വളരെ നല്ലതാണ് ട്ടോ. പെട്ടെന്നാണല്ലോ നമ്മൾ കൊയ്തെടുത്ത് കെട്ടിയെടുത്ത് പിന്നെ അത് എന്തെല്ലാം പരിപാടിയുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറച്ച് കാണുന്നത് എന്തെന്നാ, അതിൻ്റെ വൈക്കോലൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ കിടക്കുന്നത് മാത്രമേ കാണുള്ളൂ. പിന്നെയാണല്ലോ ഇതിൽ നിന്ന് ഇത്ര നെല്ലുണ്ടായിരുന്നു, ഇത്രയും ശേഖരിക്കാൻ പറ്റിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണത്. എന്തായാലും ഈ കാഴ്ചകൾ വളരെ നല്ലതായിട്ട് തോന്നി. ഇനിയും വരാം എന്നുള്ള ചിന്തയോടെ ഞങ്ങൾ മടങ്ങി. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞതാണ് കേട്ടോ, അവിടെ കുട്ടികളൊക്കെ വന്നിട്ട് നെല്ലൊക്കെ ഇങ്ങനെ നിരത്തണേരുന്നു. പുള്ളിയും പോയായിരുന്നത് രാവിലേക്ക്. കുട്ടികൾക്കൊക്കെ എന്തൊരു സന്തോഷമെന്ന് നോക്കി. ഉണങ്ങാനായിട്ട്, നെല്ല് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് കുട്ടികളെല്ലാവരും. അപ്പോൾ എല്ലാ നെല്ലുകളും ഇങ്ങനെ കൊണ്ടുവന്ന് ശേഖരിച്ചിട്ടും ഇവരെ ഇങ്ങനെ ഒരു ടർപ്പായക്കകത്തേക്ക് ഇട്ട് അത് നിരത്തണേന്. നല്ല ഒരു